അപ്പം നമുക്ക് ബ്രൈഡൽ മേക്കപ്പിലേക്ക് തുടങ്ങാം. ഞാനിവിടെ ഫസ്റ്റ് ക്രീം ഇട്ടു, അതുപോലെ തന്നെ സൺസ്ക്രീനും ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ കളറിനനുസരിച്ചുള്ള ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ മെബിലൈൻ്റെ സൂപ്പർ സ്റ്റാർ 24 ഫുൾ കവറേജ് ഫൗണ്ടേഷനാണ്. സൺ ബീയിങ് ആണ് എൻ്റെ സ്കിൻ ടോൺ കളർ വരുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് അപ്ലൈ ചെയ്യാണ്. ജസ്റ്റ് കയ്യിലെടുക്കുക, കുറച്ച് ഇത്രേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഓടിച്ച് ഫൗണ്ടേഷൻ നമ്മൾ അപ്ലൈ ചെയ്തു, അതുപോലെ തന്നെ കൺസീലറും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് വേണ്ടത് ഇവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയാണ്. അതിന് ഞാൻ മാസിൻ്റെ ഒരു പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഈ ബ്രഷ് എടുക്കുകയാണ്, ജസ്റ്റ് ഇവിടെ ഒന്ന് ഡിപ്പ് ചെയ്യുക, അതുപോലെ തന്നെ എല്ലായിടത്തും നമുക്ക് എന്തെങ്കിലും പിഗ്മെൻറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കളർ കറക്റ്റർ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ബൈ ബ്ലെമിഷ് യൂസ് ചെയ്തതിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് 3-4 പ്രാവശ്യമായിട്ട് ഞാൻ ഓർഡർ ചെയ്യുന്നത് തന്നെ. ഇനി ഇപ്പം നമുക്ക് ലിബ് ഒന്ന് നിറച്ച് ചെയ്യണം. ഞാൻ മാമാ എർത്തിൻ്റെയാണ് ലിപ് ബാം യൂസ് ചെയ്യുന്നത്. ഇത് ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് ഈ പ്രോഡക്റ്റ് വെച്ച് തന്നെ ഇതിൽ ഈ ബ്രൗൺ കളർ ഇത് വെച്ച് നമുക്ക് ജോ ലൈൻ ഇങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇതിങ്ങനെ എടുക്കുക. ഇവിടാണ് നമുക്ക് ഒതുക്കണ്ടേന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കൊടുക്കുക. ഇനി നമുക്ക് മൂക്കിൻ്റെ ഇവിടെ ജസ്റ്റ് ഒന്നൊരു ലൈൻ കൊടുക്കണം. ഇനി നമുക്ക് ഐ ഷാഡോയിലേക്ക് പോവാം. ഐ ഷാഡോയുടെ ഇതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ബ്രഷാണ്. ഞാൻ നമ്പർ 3 ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. സ്വിസ് ബ്യൂട്ടിയുടെ അൾട്ടിമേറ്റ് ഐ ഷാഡോ പാലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒന്ന് ലൈറ്റ് ഓറഞ്ച് കളർ ഷെയ്ഡ് കൂടുതൽ കൊടുക്കണം. അത് ഇവിടെല്ലാം ഒന്ന് സ്പ്രെഡ് ആക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് സാരിയുടെ കളറിനനുസരിച്ചുള്ള ഏത് ഐ ഷാഡോ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഈ ലൈറ്റ് ബ്രൗൺ ആണ്. ഈ കളറ് ഒത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഊതുക, അത്രയേ ഉള്ളൂ. അത് ബ്ലൂ ഹെവൻ്റെ ഐ ഷാഡോ പാലറ്റ്. ഇതിൽ വയലറ്റ് കളറുണ്ട്, നമുക്ക് വേണമെങ്കിൽ അതെടുക്കാം. പക്ഷെ ഞാനിപ്പോൾ അതെടുക്കുന്നില്ല. ഞാൻ ഈ കളറാണ് എടുക്കുന്നത്, ലൈറ്റ് റോസ് കളറിൽ. ഒന്നും കൂടെ അതിന് ഞാനിവിടെ എടുക്കുന്നത് ലാക്മേയുടെ ഐക്കോണിക് കാജളാണ്. അങ്ങനെ നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഹൈലൈറ്ററാണ്. ഹൈലൈറ്റർ ഞാൻ
ഇതാണ്. ഇതിലേത് വേണേലും നമുക്ക് എടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി, അപ്പം തന്നെ ഇതിൽ പകുതിയും വരും. ഇതേ അങ്ങനെ ടച്ച് ചെയ്ത് ജസ്റ്റ് ഒന്ന് പോയാൽ മതി. ഇനി നമുക്ക് ഐബ്രോ ശരിയാക്കണം. ഐബ്രോ ശരിയാക്കാൻ ഞാൻ എന്നും യൂസ് ചെയ്യുന്നത് ഈ ബ്രഷാണ്. ഇത് നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ താത്തയുടെ കയ്യിലുള്ള സ്വിസ് ബ്യൂട്ടി ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ 5ാമത്തെ പ്രോഡക്റ്റാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ച് നമുക്ക് കണ്ണിൻ്റെ അവിടെ ആണെങ്കിലും ബ്ലാക്ക് കളർ കൊടുത്ത് നല്ലതുപോലെ കറുപ്പിച്ചെടുക്കാൻ പറ്റും. അരുന്ധതി സിനിമയ്ക്കകത്ത് നമ്മുടെ അനുഷ്കയുടെ കണ്ണ് എഴുതി വെച്ചേക്കുന്ന പോലെ തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ണെഴുതണം. ഐലൈനർ വേണ്ട, നമുക്ക് അല്ലാതെ തന്നെ സ്മോക്കി ആയി കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അത് ഇത് വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. ഈ ഐബ്രോ എഴുതി അതേ ബ്രഷ് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ജസ്റ്റ് ഇവിടെ റെഡിയാക്കണം. പിന്നെ മേളിൽ കണ്ണ് നമ്മൾ എഴുതി. അതുപോലെ തന്നെ നമുക്കിനി ഡാർക്ക് ബ്രൗൺ എടുക്കുകയാണ്. നമ്മൾ ആദ്യം എടുത്തതാണ്, ഇനി ഇതെടുക്കുക. ഇനി അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഹൈലൈറ്റർ അല്ലാതെ വേറെ കുറച്ച് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യാം. അതിന് ഞാൻ ഈ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് നോസിൻ്റെ ഇവിടെയൊക്കെ അതുപോലെ പെരിയത്തിൻ്റെ ഈ ഭാഗത്ത് ഇത് തീരാറായി. ആവശ്യമുണ്ട്. അതിനെ എടുക്കാൻ പോവുകയാണ് നമ്മൾ. ഇത് തന്നെ എടുക്കുകയാണ്. ഇതാണ് നമുക്ക് മസ്കാര. കൺപീലിയും ശരിയാക്കി. ഇനിയിപ്പം നമുക്ക് ലിപ്സ്റ്റിക്ക് വേണം. ബാക്കി ഓർണമെൻറ്റ്സും കൂടെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെറിയ നെക്ലേസിൽ നിന്ന് തന്നെ തുടങ്ങാം. സാധാരണ കല്യാണം കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമ്മുടെ ഇഷ്ടത്തിനുള്ളത് എടുക്കുമല്ലോ. ഇത് ഇത്ര ഇട്ടു. ഇനി നമുക്ക് ഈ മാല ഇടണം. ഇത് ഇങ്ങനെ വെക്കേണ്ട കാര്യം വരും. ഇവിടെ ഇനി സെറ്റിപ്പം വെച്ച് നമുക്കിത് ഇനി നമുക്ക് നമ്മുടെ ഷോമാലയുടെ ചെറുത് ഞാൻ മാറ്റിയിട്ടില്ല ഇതുവരെ ആയിട്ട്. ഒരു തകരാറ് പോലെ. ഇനിയിപ്പം നമുക്ക്
കമ്മൽ ശരിയാക്കണം. അല്ലാതെ വേറൊരു സെക്ഷനും കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. എടുക്കട്ടെ. പർച്ചേസ് ചെയ്തതാണ്. വേറൊരു മാല മാറ്റിയിട്ടെടുത്തതാണിത്. അപ്പം അൽക്കാസിൽ നിന്ന് തന്നെയാണ് ഇതെടുത്തത്. ഞാൻ പിന്നെ വീഡിയോ ആക്കി ഇട്ടില്ല. അത് ചെറിയൊരു മിസ്റ്റേക്കായിപ്പോയി. പലരും ചോദിച്ചിരുന്നു ബില്ലില്ലാതെ എന്തായാലും മാറ്റാൻ പറ്റത്തില്ലല്ലോ ഇല്ലേ. അങ്ങനെ ഇനിയിപ്പം നമുക്ക് കമ്മലെടുക്കണം. ഇത് ഞാൻ മാറ്റിയെടുത്തതാണ്. എനിക്ക് ഈ ഒരു കളറാണ് ഇഷ്ടം. അതേപോലെ കമ്മലിലോട്ട് ഞാൻ ഇത് ജസ്റ്റ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിത് എടുക്കുകയാണ്. അപ്പം നമുക്ക് ഈ ഹെയർ സെറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ജസ്റ്റ് ചെറിയൊരു പരിപാടി ഈ സംഭവം. ഓക്കെ, അതങ്ങനെ കഴിഞ്ഞു. ഇനി ഇത് ഹെയർ സ്പ്രേക്ക് പകരം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ക്രീമാണ്. ഇനി ഇത് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രൈഡൽ മേക്കപ്പ് വീഡിയോ. ഓർണമെൻറ്റ്സ് നമ്മൾ എടുത്തു. അതുപോലെ തന്നെ നെറ്റിച്ചുട്ടി ഞാൻ ഫസ്റ്റ് വച്ചില്ലായിരുന്നു. അത് വച്ചിട്ട് വേണം ഹെയർ അതേ കൂടെ കവർ ചെയ്ത് കണ്ട് ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവരാനായിട്ട്. അത് ഇപ്പോഴാണ് ഓർത്തത്, സത്യം പറഞ്ഞാൽ സോറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രൈഡൽ മേക്കപ്പ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയുള്ള വീഡിയോസ് എങ്ങനത്തേതായിരിക്കണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ചുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെന്താ, ടാറ്റാ.